നമസ്കാരം. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുകയാണ്. ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയ ക്രമം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഷാങ്ഹായിൽ ഉള്ളൊരു കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ആർജവത്തോടെ ഇന്ന് കണ്ടത് ചൈനീസ് പ്രസിഡന്റിനെയാണ്. ഒപ്പം പുടിൻ എന്ന റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവിനെയാണ്. മൂന്നുപേരും ഒത്തുചേർന്നപ്പോൾ പുതിയൊരു ലോകക്രമം ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എല്ലായിടത്തും അന്തർദേശീയ മാധ്യമങ്ങളടക്കം അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും വ്ളാഡിമിർ പുടിനും സൗഹൃദം പങ്കിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ വലിയ വൈറലായി ലോകമെമ്പാടും ഇങ്ങനെ പ്രവഹിക്കുകയാണ്. ഇതടക്കം നിരവധി വാർത്തകൾ നമുക്കുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. ഇറാൻ, ഇന്ത്യയും റഷ്യയും ചൈനയും റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി തുടരുമെന്ന് വീണ്ടും പ്രഖ്യാപിച്ച് മോദി. വലിയ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് ലോകം. ഇന്ത്യക്കെതിരെ വീണ്ടും ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ പൂർണ്ണമായും ഒഴിവാക്കാൻ സമ്മതിച്ചതായി അവകാശവാദം. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ഏകപക്ഷീയമാണ് എന്നും ട്രംപ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്ലയന്റ് അമേരിക്കയെന്നും ട്രംപിന്റെ അവകാശവാദം. BJPക്കെതിരെ വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബെന്ന് രാഹുൽ ഗാന്ധി. മോദിക്ക് മുഖം പുറത്ത് കാണിക്കാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ്. 16 ദിവസം നീണ്ടു നിൽക്കുന്ന വോട്ടധികാർ യാത്രയ്ക്ക് സമാപനം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യ സഖ്യം. ശബരിമല യുവതീ പ്രവേശന നിലപാടിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്നോട്ടോ? സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ ആലോചന. ആഗോള അയ്യപ്പ സംഗമം സാമുദായിക നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് PS പ്രശാന്ത്. സംഗമത്തിൽ രാഷ്ട്രീയം കലർത്താൻ ഇല്ലെന്നും ദേവസ്വം പ്രസിഡന്റ്. സർക്കാരിനെതിരെ പന്തളം കൊട്ടാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കുരുക്കുമുറുക്കാൻ അന്വേഷണ സംഘം. പരാതി ഉന്നയിച്ച യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചോ എന്നതിലും അന്വേഷണം മാധ്യമപ്രവർത്തകരിലേക്കും. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പം. മറുനാടൻ ഉടമ ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിൽ 4 പ്രതികൾ പിടിയിൽ. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെ ഇവരെ പിടിക്കുകയായിരുന്നു. തന്നെ കൊല്ലാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നതായും മാത്യൂസ് എന്ന പ്രധാന പ്രതി CPM പ്രവർത്തകനാണെന്നും ഷാജൻ സ്കറിയ. എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ഞാൻ ഇവിടെ ബഹളം വയ്ക്കും. ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയെ മർദ്ദിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ഭർത്താവ് സതീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി കുടുംബം. അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബം. ലോകം കണ്ട അത്ഭുത കാഴ്ച. ഇന്ന് ലോകമെമ്പാടും പറന്ന കുറെ ദൃശ്യങ്ങൾ. അതാണ് നമ്മുടെ വൈറൽ കട്ട്സ്. എന്ത് സംഭവിക്കില്ല എന്ന് കരുതിയിരുന്നോ? അത് സംഭവിച്ചു. മോദിയും ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഐക്യമോ? ലോകരാജ്യങ്ങൾ നെറ്റിച്ചുളിച്ചിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ പ്രധാനമന്ത്രിമാർ കൂടിക്കാണുന്നു. ഒപ്പം റഷ്യൻ പ്രസിഡന്റ് പുടിനും വ്ളാദിമിർ പുടിനും വളരെ പ്രധാനപ്പെട്ട ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമാകുന്നു. എത്ര സൗഹൃദത്തോടെയാണ് ആ സംഭാഷണം? അതാണ് നമ്മുടെ ഇന്നത്തെ വൈറൽ കട്ട്സ്. മോദി എന്ന ലോക നേതാവ് എങ്ങനെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ മാതൃകയാക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയായി ഈ ദൃശ്യങ്ങൾ മാറുകയാണ്. മോദിയെ കാണാനായി അങ്ങോട്ടേക്ക് എത്തുന്നത് ചെറിയ ആളുകളൊന്നുമല്ല. മോദിയോട് സംസാരിക്കാനും സൗഹൃദം പങ്കിടാനും ലോക നേതാക്കൾ മത്സരിക്കുന്ന കാഴ്ചകൾ കൂടി ഷാങ്ഹായിൽ കണ്ടു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയുടെ ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങില്ല എന്നും തനിക്ക് മറ്റു പല മാർഗങ്ങളുണ്ട് എന്നും ലോകത്തെ കാട്ടിക്കൊടുക്കുകയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി.
മോദി നിശ്ചയിക്കും പുതിയ ലോകക്രമം. പുതിയ സമവാക്യങ്ങൾക്ക് വേദിയായി ഷാങ്ഹായ് ഉച്ചകോടി. മോദി ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെയും കണ്ടു. അതേസമയം പഹൽഗാം പരാമർശിച്ച പ്രധാനമന്ത്രി ഭീകരവാദം നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന് പല രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പായി പ്രതികരിച്ചു. മോദിയുടെ വാക്കുകളിലേക്ക്. पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा। इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार व्यक्त करता हूं। यह हमला केवल भारत की अंतरात्मा पर ही आघात नहीं, यह मानवता में विश्वास रखने वाले हर देश, हर व्यक्ति को खुली चुनौती थी। ऐसे में प्रश्न उठना स्वाभाविक है, क्या कुछ देशों द्वारा आतंकवाद का खुलेआम समर्थन हमें स्वीकार्य हो सकता है? एक्सेलेंसी, हमें स्पष्ट रूप से और एक स्वर में कहना होगा कि आतंकवाद पर कोई भी डबल स्टैंडर्ड स्वीकार्य नहीं होंगे। हमें मिलकर आतंकवाद का हर रंग में, हर रूप में विरोध करना होगा। ये मानवता के प्रति हमारा दायित्व है। മനു ഭരത് വിവരങ്ങൾ പങ്കുവെക്കും. മനു, ഇത് ചെറിയ കാഴ്ചകളല്ല, ദൃശ്യങ്ങൾ ചെറുതല്ല. ഇന്ത്യയും ചൈനയുമായി സഖ്യമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ തമ്മിൽ കൂടിക്കാഴ്ച എന്നൊക്കെ സംശയിച്ചത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അത് മോദി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ സൗഹൃദം തുടരണമെന്ന് രണ്ട് രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട്. കോടിക്കണക്കിന് ജനങ്ങളുടെ അഭിലാഷമാണ് എന്ന് മോദിയും ഷീ ജിൻപിങ്ങും പറഞ്ഞു വെക്കുന്നു. ഒരു ദീർഘകാല സൗഹൃദത്തിന് തുടക്കമായി ഇതിനെ കാണാമോ മനു? ഇത് നരേന്ദ്രമോദിയുടെ ഒരു നയതന്ത്ര വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 4 ദിവസം അതിൻ്റെ പല മുഖങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ദിവസം അത് വളരെ കൃത്യമായി തന്നെ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലാണ്. ഇത് 2 ഭീഷണികൾക്ക് നേരെ മോദിയുടെ മറുപടി എന്ന് പറയാം. ഒന്ന്, താരിഫ് ഭീഷണിയുമായി എത്തുന്ന അമേരിക്കയ്ക്ക് കൃത്യമായൊരു മറുപടി മോദി കൊടുക്കുന്നു. ഒപ്പം തീവ്രവാദ ഭീഷണിയുമായി വരുന്ന പാകിസ്ഥാനും ഇതേ ഉച്ചകോടിയിൽ തന്നെ കൃത്യമായ മറുപടി പ്രധാനമന്ത്രി കൊടുക്കുന്നു. ഇവിടെ പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ടാണ് മോദി ഈ പെഹൽഗാം തീവ്രവാദി ആക്രമണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നത്. അതിന് ആ വിവിധ രാജ്യങ്ങളുടെ ഏകകണ്ഠമായ പിന്തുണ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു. അവിടെ പാകിസ്ഥാൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാൻ പ്രധാനമന്ത്രി കഴിയുന്നു. അതേസമയം ഒരിക്കലും ഇത്ര കണ്ട് മെച്ചപ്പെടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിൻ്റെ സൂചനകൾ അവിടെ പ്രകടമായി. ഇപ്പോൾ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ഷീ ജിൻപിങ്ങും അതുപോലെ പുടിനും ഒരുമിച്ച് നിൽക്കുന്ന പടം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ തോതിൽ സർക്കുലേറ്റ് ആവുകയാണ്, സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ സമ്മേളനം നമുക്കറിയാം, 42% ലോക ജനതയുടെ 42% വരുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ യോഗം ചേർന്നത്. അതിൽ 20 രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്തു. 10 ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ 10 ഇതുപോലത്തെ അന്താരാഷ്ട്ര സമിതികളുടെ നേതാക്കൾ പങ്കെടുത്തു. അങ്ങനെ ഒരു ഷാങ്ഹായ് ഉച്ചകോടി ടിയാൻജനിൽ നടന്നത് ഒരു വലിയ ഒരു സമ്മേളനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്നതിൽ വളരെ കൃത്യമായ നിലപാട് തന്നെ ഇന്ത്യ തുടരുന്നു. ചൈനയുമായി കൂടുതൽ അടുക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ അതേ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഭാഗമായ പാകിസ്ഥാനെ കൃത്യമായി തീവ്രവാദം അവസാനിപ്പിക്കണമെന്ന ഒരു അന്ത്യശാസനം പോലെ ഒരു സന്ദേശം നൽകാൻ ഈ യോഗത്തിന് കഴിയുന്നു. അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇന്ത്യ വാണിജ്യ വാതായനങ്ങൾ തുറന്നിടുന്നതിൻ്റെ സൂചന കൂടി നമുക്ക് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ കാണാൻ കഴിയും. കഴിഞ്ഞ യോഗത്തിൽ ഇത് നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നില്ല, കസാനയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ കഴിഞ്ഞ യോഗത്തിൽ അദ്ദേഹം പോയിരുന്നില്ല. ഈ യോഗത്തിൽ അദ്ദേഹം പോകുന്നു. അത് കൃത്യമായ ഒരു സൂചന അമേരിക്കയ്ക്ക് നൽകാൻ ഉപകരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ഷാങ്ഹായിൽ ആവർത്തിക്കുകയാണ് മനു മോദി, അതായത് റഷ്യയുടെ എണ്ണ വാങ്ങും, യാതൊരു സംശയവുമില്ല. പഹൽഗാം ആക്രമണം സൂചിപ്പിക്കുകയാണ്. നിലപാടിൽ നിന്ന് കടുകിട വ്യത്യാസമില്ല. ഞങ്ങൾ എത്ര വലിയ പ്രതിസന്ധി നേരിട്ടാലും അതിജീവിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നൊരു മോദിയെ കൂടി നമ്മൾ ഷാങ്ഹായിൽ കണ്ടു.
ടിയാൻജനിൽ എത്തുന്ന പ്രധാനമന്ത്രി എത്തുമ്പോൾ തന്നെ അത് ഒരു നയതന്ത്ര പ്രഖ്യാപനമാകും എന്ന് എല്ലാവരും കരുതിയതാണ്. ഈ ഷാങ്ഹായ് ഉച്ചകോടി ടിയാൻജനിൽ നടക്കുമ്പോൾ അവിടെ പ്രധാനമന്ത്രി പോകുമെന്ന് നേരത്തെ വ്യക്തമാക്കുമ്പോൾ തന്നെ മറ്റു വഴികൾ പ്രധാനമന്ത്രി ആരായുന്നു എന്നതിൻ്റെ സൂചനയാണ്. പ്രധാനമായും ഈ പെഹൽഗാം ആക്രമണം താനാണ് അവസാനിപ്പിച്ചതെന്ന ട്രംപിൻ്റെ വാദത്തിന് ഇന്ത്യ അംഗീകാരം നൽകുന്നില്ല. അതോടൊപ്പം ഈ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസിന് ശുപാർശ ചെയ്യാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ റഷ്യൻ എണ്ണ വാങ്ങിക്കരുത്, റഷ്യയിൽ നിന്ന് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് അതായത് സൈനിക ഉപകരണങ്ങൾ വാങ്ങിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. മറിച്ച് ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഇന്ത്യയുടേതായിരിക്കും എന്നൊരു നിലപാട് എടുത്തു പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നു. അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. ഇവിടെ ഇപ്പോൾ നേരത്തെ അമേരിക്കൻ എക്കണോമിസ്റ്റുകൾ സൂചിപ്പിച്ച അതേ സാഹചര്യം തന്നെയാണ് ഉടലെടുക്കുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായാൽ മറ്റു പല ഇതുപോലത്തെ ആഗോള സംവിധാനങ്ങൾ ശക്തമാകും, ബ്രിക്സ് ശക്തമാകും എന്നാണ് പല സാമ്പത്തിക ശാസ്ത്രജ്ഞരും അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ ബ്രിക്സ് മാത്രമല്ല, ഈ SCO പോലുള്ള ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ശക്തമാകുന്നു, അതുപോലെ G20 ശക്തമാകും, മറ്റു പല സംവിധാനങ്ങളും ഇതേ മാതൃകയിൽ ശക്തമായി വരും, ക്വാഡ് ശക്തമാകും. അങ്ങനെ പല ഏജൻസികളും അല്ലെങ്കിൽ പല കൂട്ടായ്മകളും ശക്തമായി വരും. അത് പിന്നീട് ലോക വാണിജ്യക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തീർച്ചയായും അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണണം മോദിയുടെ ലോകക്രമത്തെ നിശ്ചയിക്കാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച്. അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ചില ഭീഷണികളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് തുടർച്ചയായി സംഭവിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ ഇന്ത്യ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹം ഇപ്പോൾ പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ പൂർണ്ണമായും ഒഴിവാക്കാൻ സമ്മതിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ഏകപക്ഷീയമാണ് എന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. ഇന്ത്യ വൻതോതിൽ സാധനങ്ങൾ അമേരിക്കയ്ക്ക് വിൽക്കുന്നുണ്ട്. അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്ലയൻറ്റ് എന്നും പറഞ്ഞു വെക്കുകയാണ്. മനു, ഇതിപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. ഓരോ സമയത്ത് ഓരോന്ന് പറയുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഇയാൾ ആരാണ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നിലപാടില്ലാത്ത നേതാവ് എന്ന് പറഞ്ഞു വെക്കുന്നു. അത് ശക്തനെന്നൊക്കെ പറഞ്ഞിട്ടും അമേരിക്കയിൽ പോലും എതിർപ്പുകൾ നേരിടുന്ന സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ട്രംപിന് ഇപ്പോൾ ഇന്ത്യയാണ് അയാളുടെ സ്ഥിരം ആയുധം. ഈ ടിയാൻജനിൽ നടന്ന ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ യോഗം കഴിഞ്ഞതോടുകൂടി അതിൽ ട്രംപിൻ്റെ പ്രതികരണം പലരും ഉറ്റുനോക്കിയിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം എന്തെങ്കിലും പരാമർശം നടത്തുമെന്ന്. പക്ഷേ ഇവിടെയും അദ്ദേഹം ട്രംപ് നടത്തുന്നത് ഒരു സ്ഥിരം പല്ലവി തന്നെയാണ്. ഇന്ത്യ അമേരിക്കയിലേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നു. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് അനുകൂലമാണ്. അതിൻ്റെ കണക്കുകൾ അദ്ദേഹം പറയുന്നത് $41.5 ബില്യൺ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമ്പോൾ $87.3 ബില്യൺ ഉൽപ്പന്നങ്ങൾ 2024 ഇന്ത്യ അമേരിക്കയിലേക്ക് അവർക്ക് വാങ്ങേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തവണയാകട്ടെ 2025 കണക്കുകളും കൂടി ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ $56.3 ബില്യൺ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് $22.1 ബില്യൺ ഉൽപ്പന്നമാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇത് ഈ ബാലൻസ് ഓഫ് ട്രേഡ് വ്യാപാര ഒരു സൂചിക അത് അമേരിക്കയ്ക്ക് അനുകൂലമല്ല, പക്ഷേ ഇന്ത്യക്ക് അനുകൂലമാണെന്നൊരു പരാമർശം അദ്ദേഹം എടുത്തു കാണിക്കുന്നു. ഇപ്പോഴും ഈ ട്രൂത്ത് സോഷ്യലിൽ വന്നിട്ടുള്ള പരാമർശത്തിൽ ട്രംപ് അത് തന്നെയാണ് പറയുന്നത്. ഇത് ഇന്ത്യ ഇപ്പോൾ ചില വിട്ടുവീഴ്ചകൾക്ക് അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി എന്നൊരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഇന്ത്യൻ വിദേശകാര്യ വിദഗ്ധരിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും നമുക്ക് വാണിജ്യകാര്യ മന്ത്രാലയത്തിൽ നിന്നും ചില സ്ഥിരീകരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ട്രംപ് പറയുന്നത് ഇന്ത്യ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു എന്നാണ്. ഇത് അവർ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അവരുടെ ഒരു സൂപ്പർ ക്ലയൻ്റാണ്. അങ്ങനെ വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് അവർക്ക് സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നു. അതേസമയം ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അത്ര കണ്ട് വാങ്ങുന്നില്ല എന്നൊക്കെ ട്രംപിൻ്റെ സ്ഥിരം ഈ പല്ലവികൾ ഇവിടെയും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ ആവർത്തിക്കുകയാണ്. അപ്പോൾ വീണ്ടും വിമർശനവുമായി ട്രംപ് വരുമ്പോൾ അത് കേട്ട ഭാവം ഇവിടുന്ന് നടിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം. ഏതായാലും ഇത് ചെറിയ തോതിൽ 1% GDP-യെ ബാധിക്കുമെന്ന് വരെ പ്രെഡിക്റ്റ് ചെയ്യുന്ന എക്കണോമിസ്റ്റുകളുണ്ട്. അതുകൂടാതെ ഇത് ചിലപ്പോൾ ചില തൊഴിൽ പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെളിച്ചേക്കാം. പക്ഷേ ഇതൊക്കെ ഒരു ഹ്രസ്വകാല പ്രശ്നങ്ങൾക്ക് മാത്രമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അതിനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു എക്കണോമിക് എക്വിലിബ്രിയത്തിലേക്ക് ഒരു സാമ്പത്തിക സന്തുലിതാവസ്ഥയിലേക്ക് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ട്രംപിൻ്റെ വിമർശന ശരങ്ങൾ തുടരുകയാണ്. പക്ഷെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമുക്കിനിയും മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടത് അത് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടാണ്. രാഹുലിൻ്റെ വോട്ട് അധികാർ യാത്ര ഇന്ന് സമാപിച്ചു.
കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ച് വോട്ടർ അധികാർ യാത്രയുടെ സമാപന ദിനത്തിൽ പ്രതിപക്ഷ നേതാവ് താൻ പുറത്തുവിട്ട വോട്ട് മോഷണ ആരോപണത്തിന് പിന്നാലെ കൂടുതൽ ഗുരുതരമായ തെളിവുകൾ പുറത്തുവരാൻ പോകുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം. BJP ഇപ്പോൾ കണ്ടത് ആറ്റം ബോംബാണ്. ഇനി ഇതിലും പ്രഹരശേഷിയുള്ള ഹൈഡ്രജൻ ബോംബ് കാണുമെന്നാണ് മുന്നറിയിപ്പ്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. बीजेपी के लोग अच्छी तरह सुन लीजिए भैया, एटम बम का नाम सुना आपने? सुना है एटम बम का नाम? उससे बड़ा क्या होता है? उससे बड़ा क्या होता है? एटम बम से बड़ा हाइड्रोजन बम होता है नहीं होता है? माधवपुरा में हमने एटम बम दिखाया था. बीजेपी के लोगों तैयार हो जाओ, हाइड्रोजन बम आ रहा है. हाइड्रोजन बम आ रहा है, तैयार हो जाइए. आपकी जो सच्चाई है, वोट चोरी की सच्चाई है, वो पूरे देश को पता लगने जा रही है. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ് സുധാ ബിജു, അല്പം അനിഷ്ട സംഭവങ്ങളൊക്കെ ഏറ്റവും ഒടുവിലത്തെ ദിവസം ഉണ്ടായി അല്ലേ, ഈ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിലയിരുത്തൽ? അത് പ്രധാനമാണല്ലോ, കാരണം ബീഹാർ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ലോക്സഭ മറ്റ് കോൺഗ്രസിൻ്റെ ഒരു പുനരുജ്ജീവനത്തിലൊക്കെ ഒരുപാട് സഹായകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആൾക്കൂട്ടമുണ്ടായിരുന്നു യാത്രകളിലൊക്കെ. ജനത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ രാഹുൽ ശ്രമിച്ചു. അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ പ്രയോജനം ചെയ്തെന്ന വിലയിരുത്തലാണോ ഇന്ത്യ സഖ്യം? രഞ്ജിത്ത്, ഈ വോട്ടർ അധികാർ യാത്രയിലുണ്ടായ ജനക്കൂട്ടം അത് വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ആ പ്രതീക്ഷയും ആത്മവിശ്വാസവും തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്കുണ്ട്. അതിൻ്റെ ഒരു ആവേശോജ്വലമായ പ്രസംഗത്തിൻ്റെ ഒരു പരിസമാപ്തിയിലാണ് രാഹുൽ ഗാന്ധി BJPക്കെതിരെ ഇനിയും ബോംബുകൾ പൊട്ടിക്കാനുണ്ട് എന്നുള്ളതിൻ്റെ സൂചന നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ മഹാദേവപുര എന്ന ഒരു ലോക്സഭാ മണ്ഡലം, അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ നടത്തിയത് വെറും ഒരു ആറ്റം ബോംബ് മാത്രമാണ്. ആറ്റം ബോംബിനെ വലുതാണ് ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബ് തങ്ങൾ പൊട്ടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് പൊട്ടിക്കുന്നതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നീട് രാജ്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെ BJP ഇപ്പോൾ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. BJPയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. BJP നേതാവായിട്ടുള്ള രവിശങ്കർ പ്രസാദ് അദ്ദേഹം പറഞ്ഞത്, രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് തനിക്ക് ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവനകളാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു വിമർശനം എന്ന് പറയുന്നത്, വോട്ട് ചോരി എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കോൺഗ്രസിന് മുൻപത്തേതുപോലെ ഈ പോളിംഗ് സെൻറ്ററുകൾ അത് പിടിച്ചടക്കി തങ്ങളുടേതായിട്ടുള്ള ഒരു ഫലപ്രഖ്യാപനം, തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വോട്ട് ചോരി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണം എന്നവർ പറയുന്നതും ഇത്തരത്തിൽ ഈ ബൂത്തുകൾ പിടിച്ചടക്കാൻ അവർക്ക് പണ്ടത്തേതുപോലെ കഴിയാത്തതിനാലാണെന്നും അദ്ദേഹം ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം തിരിച്ചുന്നയിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഇനി എന്ത് ആരോപണം എന്തായിരിക്കും ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത് എന്നുള്ളതിൽ ആകാംക്ഷയിലാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ. അദ്ദേഹം ആദ്യം ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുലിൻ്റെ യാത്ര വിജയകരമാണ് എന്ന വിലയിരുത്തലിലേക്ക് ഇന്ത്യ സഖ്യം എത്തുന്നു. ഇതിനിടെ കേരളത്തിൽ മറ്റൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ വഴിയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം മാധ്യമപ്രവർത്തകരിലേക്കും. ഗർഭചിത്രം നടത്തിയ യുവതിയെ രാഹുലിനായി സ്വാധീനിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. 3 വനിതാ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇവർ ഈ പെൺകുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള സംശയമുണ്ട്. അതിലൊരാളൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് പെൺകുട്ടിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവരൊക്കെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് കരുതേണ്ടത്. ഡാൻ കുര്യൻ ചെയ്തു. ഡാന്, ഇതിപ്പോൾ സ്വാധീനമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കേസ് മായി ബന്ധപ്പെട്ട് മൊഴി നൽകണമെന്ന ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ പിന്മാറണമെന്ന ആവശ്യമായിരിക്കാം. ഇതിൽ ഏത് ആസ്പെക്റ്റിലാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്?
രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക തെളിവ് ശേഖരണം നടത്തുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഗർഭചിത്രം നടത്തിയ യുവതിയെ പരാതി നൽകുന്നതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ ശ്രമിച്ച 3 വനിതാ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ സൂചനകളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം നൽകി പരാതി നൽകുന്നതിൽ നിന്ന് യുവതിയെ പിൻവലിപ്പിക്കാനുള്ള നീക്കമാണ് 3 പേർ നടത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ കണ്ടെത്തൽ. അത് ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിനായി ഇവരുടെ ഫോൺ കോൾ റെക്കോർഡുകളടക്കം വിശദമായി പരിശോധിക്കും. അതോടൊപ്പം പരാതി നൽകാൻ യുവതി തയ്യാറാകാതിരുന്നത് ഈ വനിതാ മാധ്യമ പ്രവർത്തകരുടെ സ്വാധീനത്തെ തുടർന്നാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ വനിതാ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയൊരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താനിടയായ സാഹചര്യം എന്ത് എന്നതിനെക്കുറിച്ചും അന്വേഷണം നടക്കും. അവിടെ ഏതെങ്കിലും തരത്തിൽ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫോൺ സംഭാഷണത്തിനിടയിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും സന്ദേശങ്ങൾ കൈമാറുന്നതിനിടയിലോ അങ്ങനെയുള്ള ചാറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുന്നതിനുള്ള നീക്കമായിരിക്കും അന്വേഷണ സംഘം നടത്തുക. അങ്ങനെയെങ്കിൽ ഈ 3 വനിതാ മാധ്യമ പ്രവർത്തകരെ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ സമയം തേടും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടെ ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കാരണം വളരെ പെട്ടെന്ന് നടപടിയെടുത്തിരുന്നു, സതീഷിൻ്റെയൊക്കെ നിർബന്ധമാണെന്ന് അറിഞ്ഞിരുന്നു. പാർട്ടിയുടെ അന്വേഷണ സമിതിയെ നിയമിക്കണമായിരുന്നു എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ അടുത്ത കാലത്തായി രാഹുലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കോൺഗ്രസിൽ തന്നെ ചില അഭിപ്രായ രൂപീകരണങ്ങൾ വരുന്നുണ്ട്. അവിടെ രാഹുലിന് അനുകൂലമായി തന്നെയാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്നും പരിപാടികളിൽ പാലക്കാട് എത്തിക്കണമെന്നുള്ളൊക്കെ അവകാശവാദം ഉയരുന്നുണ്ട്. പക്ഷേ പരാതി രേഖാമൂലം ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് സമിതി നിയോഗിക്കാതിരുന്നതാണ് നിലവിലെ പ്രതിസന്ധി കാരണമെന്ന് മറ്റൊരു വിഭാഗവും പറയുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. വിവരങ്ങൾ ഡാൻ കുര്യൻ പങ്കുവെക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ തിടുക്കത്തിൽ പാർട്ടി നടപടിയെടുത്തതിനെതിരെയാണ് എ ഗ്രൂപ്പിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കൾ നിലപാട് കടുപ്പിക്കുന്നത്. അതിലവർ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയൊരു നടപടി പാർട്ടി തലത്തിൽ നടത്തുന്ന അന്വേഷണത്തിന് ശേഷം മാത്രം മതിയായിരുന്നു. അതല്ലാതെ പെട്ടെന്ന് ഇങ്ങനെയൊരു നടപടിയെടുത്തത് ഉയർന്ന ആരോപണങ്ങൾ മുഴുവൻ ശരിയാണെന്ന് പാർട്ടി തന്നെ ശരിവെച്ച് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുവെന്ന വിമർശനമാണ് എ ഗ്രൂപ്പിൻ്റെ ഭാഗമായി MM ഹസനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. അതേസമയം അങ്ങനെയൊരു നടപടി ഈ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ പാർട്ടിയുടെ പ്രതിച്ഛായ മുഴുവൻ പരുങ്ങലിലാകുമായിരുന്നെന്നും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ പോലും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഈ വിവാദം മാറുമായിരുന്നുവെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും പ്രത്യേക അന്വേഷണ സമിതിക്ക് രൂപം നൽകുന്നതിന് തടസ്സമായി ആദ്യഘട്ടം മുതൽ നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രത്യക്ഷത്തിൽ പാർട്ടിക്കോ അതല്ല എങ്കിൽ നിയമപരമായി പോലീസിന് മുമ്പിലോ ഒരു പരാതിയും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സമിതിയെ വെക്കേണ്ടതിൻ്റെ അടിസ്ഥാനം എന്താ എന്നതായിരുന്നു. പക്ഷേ രാഷ്ട്രീയമായി അതുണ്ടാക്കിയിരിക്കുന്ന വിവാദങ്ങളെ ചെറുക്കുന്നതിന് ഇങ്ങനെയൊരു സമിതിയെ നിയോഗിക്കേണ്ടത് അനിവാര്യതയായിരുന്നെന്നും ആ സമിതി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ നടത്തി കൃത്യമായ മൊഴിയെടുക്കുന്ന നടപടികളടക്കം നടത്തിയതിനു ശേഷം മാത്രം പാർട്ടി തലത്തിലൊരു നടപടിയിലേക്ക് കടന്നാൽ മതിയായിരുന്നു എന്ന നിലപാടിലാണ് എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾ. എന്തായാലും വിവാദം ഇങ്ങനെ ചൂടുപിടിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഏത് തരത്തിൽ രാഹുലിനെ സംരക്ഷിക്കും അല്ലെങ്കിൽ രാഹുലിന് പ്രതിരോധമൊരുക്കുമെന്ന കാര്യത്തിൽ അടക്കം പാർട്ടിയിൽ 2 വിഭാഗങ്ങളായി തിരിഞ്ഞ തർക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ഷാജൻ സ്കറിയെ ആക്രമിച്ച പ്രതികൾ പിടിയിൽ. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിലെ 4 പ്രതികൾ പിടിയിലായി. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. തന്നെ കൊല്ലാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നതായും ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും ഷാജൻ സ്കറിയ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പോലീസ് പക്ഷേ നല്ല അന്വേഷണമായിരുന്നു. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ തൊടുപുഴ CI വിളിച്ചു. അപ്പോൾ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു. അവിടുന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പരാതിയില്ല. പോലീസ് അപ്പോൾ മുതൽ ഇപ്പോൾ വരെ അവർ വളരെ ശക്തമായി തന്നെ അന്വേഷണം പ്രതികളെ കണ്ടെത്തിയില്ല. പക്ഷേ അവരെ 5 പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി. ക്യാമറകൾ പരിശോധിച്ചു. 5 പേരുടെ ചിത്രം എന്നെ കൊണ്ട് കാണിച്ചു. ഞാൻ അവരെ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ 5 പേർക്കും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തും. വീടുകളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ
ഇവർക്ക് അനുകൂലം ഉണ്ടായിട്ടില്ല. എനിക്കറിയത്തില്ല, അതിപ്പോൾ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് നടക്കുന്നത്. എന്തായാലും പോലീസ് തീവ്രമായി അവരെ പിടിക്കാൻ ശ്രമിക്കുന്ന കരുതുന്നു. അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് എന്ന് പറഞ്ഞ രണ്ടുപേരും, ഈ രണ്ടുപേരെ കൃത്യമായി എനിക്കറിയാം, ഈ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അവരും അവരുടെ ഒരു സംഘവും കൂടെ CPM-ന്റെ നിർദ്ദേശപ്രകാരം, കാരണം ഇവരുടെ ഈ ഒരാൾക്കൂട്ട നിർദ്ദേശമുണ്ടല്ലോ, അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമമാണ് നടത്തുക. ആ ദൃശ്യങ്ങളും ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. മറുനാടൻ മലയാളിയുടെ ഉടമ കൂടിയായ ഷായൻ സ്കറിയ ആക്രമിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ പ്രതികളെ തിരിച്ചറിയാം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റും മറ്റും ഉണ്ടായത്. ബംഗളൂരുവിൽ ഇവർ ഒളിവിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാഗർ, എന്താണ് പോലീസ് പറയുന്നത്? CPM പ്രവർത്തകർ, DYFI പ്രവർത്തകർ തന്നെയാണോ? എന്താണ് ഈ വൈരാഗ്യമായി കരുതേണ്ടത്? ഈ മറുനാടൻ മലയാളി സ്ഥാനത്തുടമ ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ 4 പേർ പോലീസ് പിടിയിലായിരിക്കുന്നത്. ഇവർ ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അന്വേഷണ സംഘം ഇവരെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ അന്ന് തന്നെ ഇവർ ബാംഗ്ലൂരിലേക്ക് കടന്നു കളഞ്ഞിരുന്നതായി പോലീസ് വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ഇവർക്ക് വേണ്ടി വ്യാപകമായ രീതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ 5 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിൽ 4 പേരാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5 പേർക്കെതിരെയാണ്. അതിൽ 4 പേരാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരത്തോടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് തൊടുപുഴയിൽ വെച്ച് ഷാജൻ സ്കറിയയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. 5 സംഘമാണ് ആക്രമിച്ചതെന്ന് അന്ന് തന്നെ ഷാജൻ സ്കറിയ പോലീസിൽ മൊഴി നൽകിയിരുന്നു. ഈ ഷാജൻ സഞ്ചരിച്ച വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിച്ചു നിർത്തിയ ശേഷമാണ് ഇവർ ആക്രമണം നടത്തിയത്. അക്രമികളെ കണ്ടാൽ അറിയാമെന്നും ഇവർ CPM പ്രവർത്തകരാണെന്നും ഷാജൻ സ്കറിയ അന്ന് തന്നെ പോലീസിന് മൊഴി നൽകി. ഈ സംഭവത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കുറിച്ച് പോലീസിന് വ്യക്തമായ ഒരു വിവരം ലഭിച്ചത്. ഇതിനിടയിൽ ഷാജൻ സ്കറിയെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. തൊട്ടുപുറകിൽ ഷാജൻ സ്കറിയെ സഞ്ചരിച്ച വാഹനത്തിന്റെ തൊട്ടുപുറകിൽ വന്നിരുന്ന ആൾക്കാരാണ് ഈ ഷാജൻ സ്കറിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ദൃശ്യങ്ങളിൽ ഷാജനെ ആക്രമിക്കുന്നതും ഷാജൻ തടയാൻ ശ്രമിക്കുന്നതും എല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതേസമയം തന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ ആക്രമണമാണ് നടന്നതെന്നാണ് ഷാജൻ സ്കറിയ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും 5 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഷാജൻ സ്കറിയ വ്യക്തമാക്കി. എന്തായാലും ഈ പിടികൂടിയ 4 പോലീസ് കസ്റ്റഡിയിലുള്ള 4 പ്രതികളെയുമായി തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടറുടെ സംഘം ഉച്ചയോടെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് തൊടുപുഴയ്ക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇവരെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രഞ്ജിത്ത്. സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല യുവതീ പ്രവേശന നിലപാടിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്നോട്ടാണോ? അങ്ങനെയാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകൾ നമുക്ക് ഏതാണ്ടെന്ന് വ്യക്തമാക്കുന്നത്. സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ ആലോചനയുണ്ട് എന്ന വിവരം അദ്ദേഹം പങ്കുവെക്കുന്നു. ആഗോള അയ്യപ്പ സംഘം സാമുദായിക നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും ഇന്ന് PS പ്രശാന്ത് വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. സംഗമത്തിൽ രാഷ്ട്രീയം കലർത്തില്ല. കാരണം മാധ്യമപ്രവർത്തകർ ചോദിച്ചത് BJP അധ്യക്ഷനെ അടക്കം ക്ഷണിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിൽ രാഷ്ട്രീയക്കാരെ മാത്രമായി വിളിക്കാൻ ഒരുക്കമല്ലെന്നും 7ഓളം മുഖ്യമന്ത്രിമാർക്ക് ക്ഷണമുണ്ട് എന്നുമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ നിലപാട് തിരുത്തി സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുന്നു, അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ആ വിഷയം പരിഗണനയിലെടുക്കാം. ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ദേവസ്വം ബോർഡ് പരിശ്രമിക്കും. അത് പിന്നെ സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് പരിശ്രമിക്കും. അതാണ് സാഹചര്യം. BB അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, അല്പം വ്യത്യാസമുണ്ട് പഴയ നിലപാടിൽ നിന്ന്. കാരണം ആഗോള അയ്യപ്പ സംഗമം എന്ന വലിയൊരു പരിപാടിയിലേക്ക് സർക്കാർ കടക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ തീരുമാനമെടുത്തിരുന്ന പല കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരും. വിശ്വാസികൾ ഇപ്പോൾ വലുതാണ് CPM-ന്. ആഗോള അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ക്ഷണിക്കില്ലെന്ന സൂചനയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത് അത്തരം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നതാണ്. സംഗമത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയം കലർത്താൻ ആലോചിക്കുന്നില്ല എന്നും എന്നാൽ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ക്ഷണിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. BJP സംസ്ഥാന അധ്യക്ഷനെ
ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുമെന്ന ചോദ്യത്തിനായിരുന്നു PS പ്രശാന്തിൻ്റെ മറുപടി. വലിയ ഒരുക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സ്പോട്ട് രജിസ്ട്രേഷൻ അല്ല, വെർച്വൽ ക്യൂ സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ നടക്കുക. സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ദേവസ്വം മന്ത്രി ഇവരെ മുഖ്യ രക്ഷാധികാരിയാക്കിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ്, സ്വാഗത സംഘ കമ്മിറ്റിയെ ആണ് രൂപീകരിച്ചിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം തത്വമസി എന്ന സന്ദേശം ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം. അത് രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. BJP ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലാണ് BJP സംഘപരിവാർ സംഘടന ഇപ്പോഴും പലരും ഇതിനെ എതിർത്ത് നിലപാടെടുക്കുകയാണ്. ആ സംഗമത്തിനെ അല്ല, അതിനെ സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന വിമർശനമാണ് BJPക്കും സംഘപരിവാർ സംഘടനകൾക്കുമുള്ളത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിമാർക്കും ദേവസ്വം ബോർഡ് കത്ത് നൽകിയിട്ടുമുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വിഷയം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ നിലപാട് തിരുത്തുമെന്ന സൂചനയാണ്. ദേവസ്വം ബോർഡ് നേരത്തെ എടുത്ത നിലപാട് തിരുത്തുന്നതിന് സാധ്യതകൾ ആരായുകയാണ്. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചാകും അതിൽ തീരുമാനമുണ്ടാവുക. സർക്കാരും അങ്ങനെ ഒരുപക്ഷെ ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയോടുള്ള നിലപാടിൽ മാറ്റം വരുത്തും. വളരെ നിർണായകമായ നീക്കമായത് മാറുകയും ചെയ്യും. കാരണം തിരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് സർക്കാർ എടുത്ത നിലപാട് തെറ്റെന്ന് തിരുത്തി പറയാൻ തയ്യാറായാൽ വലിയ രീതിയിൽ അത് ഈ ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷ സർക്കാരിനുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിലും NSS ഉൾപ്പെടെ സർക്കാർ നിലപാടുകൾക്ക് പിന്തുണമായി രംഗത്ത് വരുമ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ കൂടി സർക്കാർ നിലപാട് തിരുത്തുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ദേവസ്വം ബോർഡ് അതിന് തയ്യാറാകുമെന്ന സൂചനയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്നത്. VVN വിവരങ്ങൾ പങ്കുവച്ചു. ഇതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെതിരെ പന്തളം കൊട്ടാരം രംഗത്ത് വന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയും പുറത്തു വരുന്നുണ്ട്. ശബരിമല പക്ഷവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉടൻ പിൻവലിക്കണമെന്നാണ് വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2018 പോലെയുള്ള നടപടികൾ വിശ്വാസികൾക്ക് മേലുണ്ടാകില്ലെന്ന് സർക്കാരും ബോർഡും ഉറപ്പു നൽകണം. യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് തിരുത്തണം എന്നുമുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. MRS വർമ്മയുടെ വാർത്താക്കുറിപ്പാണ്. ശബരിമല നിർവാഹക സമിതി അംഗം സെക്രട്ടറി, പന്തളം നിർവാഹക സമിതി അംഗം സെക്രട്ടറി MRS വർമ്മയുടെ വാർത്താക്കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ശശിനാരായണനുണ്ട്. ശശിനാരായണൻ, ഇപ്പോൾ പന്തളം കൊട്ടാരം നേരത്തെ NSS ഏതാണ്ടൊരു പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു, പ്രത്യക്ഷമായല്ല എങ്കിൽ പോലും. പക്ഷേ യോഗക്ഷേമ സഭയുടെ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വാർത്താക്കുറിപ്പ് എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം വിശ്വാസികളായിട്ടുള്ള ആർക്കും കാര്യമായി ഈ വിഷയത്തിലൊരു യോജിപ്പില്ല എന്ന് വേണം കരുതാൻ, അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പന്തളം കൊട്ടാരത്തിന് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ യോജിപ്പില്ല എന്നുള്ള കാര്യമാണ് ഈ വാർത്താക്കുറിപ്പിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. കൊട്ടാര നിർവാഹക സമിതിയുടെ ഒരു കൃത്യമായ കമ്മിറ്റി കൂടിയതിനു ശേഷമാണ് അവർ അത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് പ്രധാനമായും വിമർശനം പറയുന്നത് ഈ അയ്യപ്പന്മാർക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്തുണ്ട് ഗുണം എന്നുള്ള കാര്യം ചോദിക്കുന്നു. രണ്ടാമത് ശബരിമല പക്ഷവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉടൻ പിൻവലിക്കണം. 2018 പോലെ തന്നെ വിശ്വാസികൾക്ക് മേൽ ഈ സർക്കാരും ബോർഡും നടപടികൾ ഉണ്ടാകില്ല. അതായത് സ്ത്രീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ എടുത്ത നിലപാടിലെല്ലാം കടുത്ത അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അതെല്ലാം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവണം എന്നുള്ള കാര്യം കൂടി പറയുന്നു. രാഷ്ട്രീയം പന്തളം കൊട്ടാരത്തിലില്ല, പക്ഷെ മറിച്ച് ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളുമെന്നാണ് പന്തളം കൊട്ടാര നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം യോഗക്ഷേമ സഭ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ആശങ്കയും വിമർശനവും യോഗക്ഷേമ സഭയിൽ വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പം പന്തളം കൊട്ടാരത്തിന്റെ നിലപാട് വ്യക്തമായിക്കൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത്. തീർച്ചയായും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കൊട്ടാരത്തിന്റെ ഒരു വിമർശനം എതിർപ്പുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ട സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഒരുപക്ഷെ പ്രതികൂട്ടിലാകാതെ വിമർശനത്തിന്റെ ഭാഗമായി നിർത്തുന്ന രീതിയിലാണ് പന്തളം കൊട്ടാരം ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നമ്മുടെ പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് ഒന്ന് പോകാം. പഞ്ച് ഡയലോഗ്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡാണെങ്കിൽ മന്ത്രി എന്തിനു പോയി സ്റ്റാലിനെ ക്ഷണിച്ചുവെന്നാണ് ഇന്ന് കെ മുരളീധരൻ ചോദിച്ചത്. അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്നും മുരളീധരൻ വിമർശിച്ചു. മുരളീധരൻ്റെ ആ വാക്കുകളാണ് ഇന്നത്തെ
പഞ്ച് ഡയലോഗ്. രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ഇതാരാണ് നടത്തുന്നത്? ദേവസ്വം ബോർഡാണോ ഗവൺമെന്റാണോ? ദേവസ്വം ബോർഡാണെങ്കിൽ എന്തിനാണ് മന്ത്രി പോയിട്ട് സ്റ്റാലിനെ ക്ഷണിക്കാൻ പോകുന്നത്? സ്റ്റാലിനെ ക്ഷണിച്ച സ്ഥിതിക്ക് ദക്ഷിണേന്ത്യയിലെ മറ്റ് രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ, രേവന്ത് റെഡ്ഡി ദൈവവിശ്വാസിയാണ്, സിദ്ധരാമയ്യ ദൈവവിശ്വാസിയാണ്. ആ രണ്ടുപേരെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ആന്ധ്ര വോട്ടെ BJP-കാരാന്ന് വിചാരിക്കുക. സ്റ്റാലിന്റെ അതേ സ്റ്റാറ്റസ് തന്നെ സിദ്ധരാമയ്യയ്ക്കും രേവന്ത് റെഡ്ഡിക്കും ഇല്ലേ? അവരെന്താവുന്ന അയ്യപ്പ എഴുന്നേറ്റ് പോകും. മാത്രമല്ല, ഈ ക്ഷണിക്കാൻ പോകുന്ന ആൾക്കാർ അയ്യപ്പ വിഗ്രഹം കാണാൻ പോകുന്ന തൊഴുകെങ്കിലും വേണ്ടേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊഴുകുന്നുണ്ട്, അതേ ഈശ്വരവിശ്വാസിയാണ്. കാരണം കോൺഗ്രസിന് പോയിട്ട് അധികമായിട്ടില്ലല്ലോ. അതേ സമയത്ത് വിശ്വാസമില്ലാത്ത മന്ത്രി എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയത്? എന്തിനാ? അപ്പൊ ആരാ നടത്തുന്നത്? ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ മന്ത്രി പോകേണ്ട ആവശ്യമില്ല. അതല്ല, ഗവൺമെന്റാണ് നടത്തുന്നതെങ്കിൽ ആ കാര്യം തുറന്നു പറയണം. അപ്പോ ഒരു വിശ്വാസം, അമ്പലത്തിന്റെ അയ്യപ്പന്റെ നടയിൽ തൊഴുക പോലും ചെയ്യാത്ത ആൾക്കാർ ഇപ്പൊ അയ്യപ്പന്റെ ആൾക്കാരായിട്ട് വന്നിരിക്കുക. ഇത് എലക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് കോഴിക്കോട് അടക്കം സംസ്ഥാനത്ത് ഇന്ന് 2 അമേബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട മരണം സംഭവിച്ചു. കൂടുതൽ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു വീണ്ടും മരണം. 24 മണിക്കൂറിനിടെ 2 പേർ മരിച്ചു. മലപ്പുറം കാപ്പിൽ സ്വദേശിയായ 52 വയസ്സുകാരിയും 3 മാസം പ്രായമുള്ള കുഞ്ഞുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ 1 മാസത്തോളം ചികിത്സ തേടിയ ശേഷമാണ് ഓമശ്ശേരി സ്വദേശിയായ 3 വയസ്സുള്ള ആൺകുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയത്. ആശുപത്രിയിൽ എത്തിയപ്പോൾ മുതൽ കുട്ടിയുടെ ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമായി തുടരുകയായിരുന്നു. 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് എവിടെ നിന്നും രോഗം ഉണ്ടായി എന്നതായിരുന്നു ആശങ്ക ഉയർത്തിയത്. പൊതുകുളങ്ങളിലോ ജലാശയങ്ങളിലോ ഒന്നും കുട്ടി കുളിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള പ്രായമായിരുന്നില്ല. മറിച്ച് വീടിന് സമീപത്ത് തന്നെയുള്ള കുളത്തിൽ നിന്നാണ് രോഗബാധ്യം കുട്ടിക്ക് ഏറ്റിരിക്കുന്നതെന്ന കണ്ടെത്തലാണ് ആരോഗ്യവകുപ്പ് നടത്തിയത്. കിണറ്റിൽ നിന്നുള്ള വെള്ളത്തിൽ കുട്ടിയെ കുളിപ്പിച്ച് ആ വെള്ളത്തിൽ നിന്നുള്ള ആണ് ബാക്ടീരിയ കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത്. കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചെങ്കിലും കുട്ടിയുടെ മാതാപിതാക്കൾക്ക് രോഗബാധ ഇല്ലെന്ന് നേരത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 5-നാണ് കാപ്പിൽ സ്വദേശി, മലപ്പുറം സ്വദേശിയായ 51 വയസ്സുകാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യം വീടിന് സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് ആരോഗ്യനില കൂടുതൽ വഷളായതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പിന്നീട് അതീവ ഗുരുതരാവസ്ഥയിൽ അവരുടെ ആരോഗ്യനില തുടരുകയും മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 10-നടുത്ത് ആളുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ ഇരുന്നത്. 1 മാസത്തിന് താഴെയാണ് താമരശ്ശേരി സ്വദേശിനിയായ 9 വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിക്കുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നത്. കുട്ടി മരിച്ച ശേഷം നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരമുണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ആ കുട്ടിയുടെ സഹോദരനടക്കമുള്ള രോഗികളും ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും അമീബിക് മസ്തിഷ്ക ജ്വരം വിവിധ ജില്ലകളിലായി, പ്രത്യേകിച്ചും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. പൊതു കുളങ്ങൾ, ജലാശയങ്ങൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കണം, പ്രത്യേകിച്ചും ക്ലോറിനേഷൻ നടത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ നീന്തലിനും മറ്റും ഇറങ്ങുന്ന ആളുകൾ, കുട്ടികളടക്കമുള്ളവർ മുഖവും പ്രത്യേകിച്ച് മൂക്കും ചെവിയും അടക്കം പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മറച്ച ശേഷമേ ഇറങ്ങാവൂ എന്ന നിർദ്ദേശവും നൽകുന്നു. കൂടുതൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ശരി, ഇനി നമുക്ക് മറ്റൊരു പ്രധാന സെഗ്മെന്റിലേക്ക് കടക്കാം. മുകളിൽ ഒരാളുണ്ട്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബൈക്ക് യാത്രികരായ സഹോദരങ്ങളെ റോഡിൽ തടയാൻ ശ്രമിച്ച ശേഷം ചൂരൽ കൊണ്ട് അടിച്ച പോലീസിൻ്റെ കാഴ്ചകളാണ് ഇന്ന്. അടിയുടെ ആഘാതത്തിൽ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ബൈക്ക് യാത്രികരുടെ തല ഇടിക്കാതെ രക്ഷപ്പെട്ട് തലനാഴിഴയ്ക്കാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകും. വെള്ളറട സ്റ്റേഷനിൽ മഫ്തിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് ഈ
കടുങ്കൈ ചെയ്തത് എന്നാണ് പ്രാഥമിക വിവരം. റൂറൽ എസ് പിക്ക് ഇവർ പരാതി നൽകി. ആക്രമണത്തിന് ഇരയായവർ പരാതി നൽകി. മർദ്ദനത്തിന് CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇടവേള. കോഴിക്കോട് എരഞ്ഞിപ്പാടത്ത് വിദ്യാർത്ഥിനിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആൺസുഹൃത്താണ് മരണത്തിന് പിന്നിലെന്നും ഇയാൾ യുവതിയെ മർദ്ദിച്ചതായും ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ഒരാഴ്ചയായി അത്തോളി സ്വദേശിനിയായ ഐഷ എന്ന യുവതി ഇരഞ്ഞിപ്പാലത്തെ ബഷീറുദ്ദീൻ്റെ വാടക വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത്. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സ് പഠിക്കുന്നതിനായി മംഗലാപുരത്ത് താമസിച്ചു വരികയായിരുന്നു കുട്ടി. ഓണാവധിക്കായി കോഴിക്കോട് എത്തിയെങ്കിലും വീട്ടിൽ പോകാതെ തന്നെ ബഷീറുദ്ദീനൊപ്പം കഴിയുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വീട്ടിൽ പറഞ്ഞത് ഓണത്തിന് അവധി സ്ഥാപനത്തിൽ നിന്നും ലഭ്യമല്ല എന്നായിരുന്നു. ഇന്നലെ ഇരുവരും തമ്മിൽ, ഈ ബഷീറുദ്ദീനും ഐഷയും തമ്മിൽ ചില കാര്യങ്ങളെ ചൊല്ലി വാക്കുതർക്കമുണ്ടായി എന്നാണ് ബഷീറുദ്ദീൻ പറയുന്നത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് താൻ പുറത്തു പോകാൻ ഇറങ്ങിയപ്പോൾ പോകാൻ പാടില്ല എന്ന് വിലക്കുന്ന രീതിയിലായിരുന്നു ഐഷയുടെ ഭാഗത്തു നിന്നും പെരുമാറ്റമുണ്ടായത്. എന്നാൽ ഇത് അവഗണിച്ച് ഈ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ പോയി. തിരിച്ച് വന്നപ്പോഴേക്കും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത്. തുടർന്ന് ഇയാൾ തന്നെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർ പോലീസിനെ വിളിച്ചറിയിക്കുകയും പിന്നീട് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ ഒരു ജിമ്മിലെ ട്രെയിനറായി ജോലി ചെയ്യുകയാണ് ബഷീറുദ്ദീൻ. 2 വർഷത്തോളമായി ഈ കുട്ടിയുമായി അടുത്ത് പരിചയമുണ്ട്. ഇരുവരും തമ്മിൽ പലപ്പോഴും വാക്കുതർക്കം ഉണ്ടാവാറുണ്ട്, ചെറിയ തോതിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് ബഷീറുദ്ദീൻ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പം കുട്ടിയുടെ കുടുംബം ഈ ബഷീറുദ്ദീനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. പലപ്പോഴായി ഈ കുട്ടിയും ഈ ബഷീറുദ്ദീനുമായി സംഘർഷങ്ങൾ ഉണ്ടാവുകയും വാക്കേറ്റം മർദ്ദനത്തിൽ വരെ കലാശിച്ചതായി ഈ സുഹൃത്തുക്കൾ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് കുടുംബം പറയുന്നു. ഒപ്പം ടോക്സിക് ആയ രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു പലപ്പോഴും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. തൂങ്ങി തന്നെയാണ് മരിച്ചത്, അല്ലെങ്കിൽ ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. മരണത്തിന് മുമ്പ് ബഷീറുദ്ദീൻ്റെ ഫോണിലേക്ക് ബഷീറുദ്ദീനാണ് തൻ്റെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വാട്സാപ്പ് മെസ്സേജ് ഈ കുട്ടി അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൻ്റെ ഒരു പ്രേരണാ കുറ്റം, മരണത്തിന് ഉത്തരവാദി എന്ന നിലയിൽ പ്രേരണാ കുറ്റം ബഷീറുദ്ദീനെതിരെ ചുമത്തുമെന്നാണ് പോലീസ് എടുത്തത്. ആദ്യ മണിക്കൂറുകളിൽ നിരീക്ഷണത്തിനായി ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചെങ്കിലും ഇയാൾക്കെതിരെ കേസെടുക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പലപ്പോഴും സംഘർഷങ്ങളും മറ്റും ഉണ്ടാകുന്ന കാര്യം ഇയാൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇരുവരും തമ്മിൽ മറ്റെന്തെങ്കിലും ഭിന്നതകൾ നിലവിൽ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമെന്നും നടക്കാവ് പോലീസ് അറിയിച്ചു. നടനും അവതാരകനുമായ രാജേഷ് കേശവന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. യന്ത്രസഹായമില്ലാതെ രാജേഷ് ശ്വാസമെടുത്തു തുടങ്ങിയതായി മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടൻ. കൊച്ചി ക്രൗൺ പ്ലാസയിലെ പരിപാടിക്കിടെ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു രാജേഷ് കുഴഞ്ഞു വീണത്. കേരളത്തിലെ പ്രസവ ശസ്ത്രക്രിയ നിരക്ക് കൂടുന്നു. ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് സംസ്ഥാനത്തെ പ്രസവ ശസ്ത്രക്രിയാ നിരക്ക്. വർഷങ്ങളായി കേരളത്തിൽ ശസ്ത്രക്രിയാ നിരക്ക് 40%-ത്തിലും മേലെയായി തുടരുകയാണ്. അടിയന്തര ഘട്ടത്തിലും മറ്റും നിർദ്ദേശിക്കുന്ന ശസ്ത്രക്രിയയുടെ എണ്ണം സർക്കാർ ആശുപത്രികളിലും കൂടുതലാണ്. പ്രസവ സമയത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും സുരക്ഷയ്ക്കും സങ്കീർണത ഒഴിവാക്കാനും അനിവാര്യമെങ്കിൽ മാത്രം നടത്താനുള്ളതാണ് പ്രസവ ശസ്ത്രക്രിയ. എന്നാൽ കേരളത്തിൽ ഇത് സർവ്വസാധാരണമായി മാറുന്നു എന്ന് കണക്കുകൾ. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് 2023-24 കാലയളവിൽ 44% പ്രസവങ്ങളും ശസ്ത്രക്രിയ വഴിയായിരുന്നു. സങ്കീർണ സാധ്യത പ്രതീക്ഷിക്കുന്ന കേസുകളെക്കാൾ ഏറെ കൂടുതലാണിത്. ജീവിതശൈലി രോഗങ്ങളും ആരോഗ്യക്കുറവ് തുടങ്ങിയവയും നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നു. നാളെ നോക്കി പ്രസവം നടത്താനും നടി ഐശ്വര്യ റായിയുടെ പ്രസവം നടന്ന അതേ ദിവസം പ്രസവം നടത്താനടക്കമുള്ള പല ആവശ്യങ്ങളുമായി മാതാപിതാക്കൾ ഡോക്ടർമാരെ സമീപിക്കുന്നുണ്ട്. നാളെ നോക്കി സിസേറിയൻ ചെയ്തു കൊടുക്കണം എന്നൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെ ഐശ്വര്യ റോയ് നമുക്കറിയാലോ, എനിക്ക് തോന്നുന്നു അവരുടെ കുഞ്ഞ് ജനിക്കുന്നത് നവംബർ 11-നാണെന്ന് തോന്നുന്നു. ആ സമയം നോക്കി സിസേറിയൻ വേണം എന്ന് പറഞ്ഞു വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ UG പഠിക്കുന്ന സമയമാണ്. അങ്ങനത്തെ ഇതുണ്ട്. അതുപോലെ ജനുവരി 1-ാം തീയതി തന്നെ കുഞ്ഞ് ജനിക്കണം എന്ന് നിർബന്ധം പറഞ്ഞ് സിസേറിയന് വരുന്നവരുണ്ട്. ആ രീതിയിൽ പേഷ്യന്റിന്റെ സൈഡിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഒരു ഡോക്ടർ റിസ്ക് എടുത്ത് ഇങ്ങനെ ഒരു ഫിനാൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സിസേറിയൻ അധികം പറയുന്നതായിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 50% മുകളിലാണ് പ്രസവ ശസ്ത്രക്രിയ നിരക്ക്. കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ സർക്കാർ ആശുപത്രികളിൽ പ്രസവ ശസ്ത്രക്രിയയിൽ സ്വകാര്യ ആശുപത്രികളെക്കാൾ കൂടുതലും. 2014-15 മുതൽ 2023-24 വരെയുള്ള കാലയളവിൽ 2 തവണ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ സർക്കാർ ആശുപത്രികൾ മുന്നിലെത്തി. 4 സാമ്പത്തിക വർഷങ്ങളിൽ ഇരുവിഭാഗവും ഒപ്പത്തിനൊപ്പമാണ്. മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് പ്രസവ ശസ്ത്രക്രിയകൾ ഏറ്റവും കുറവ്. പലപ്പോഴും ഡോക്ടർമാരുടെ സൗകര്യത്തിനനുസരിച്ചാണ് പ്രസവം ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നത്. സർക്കാർ ആശുപത്രികളിലും ഇതേ രീതിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഈ ശസ്ത്രക്രിയകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഭീമമായ ചെലവും സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതല്ല. എന്നാൽ ഇത് നിയന്ത്രിക്കാൻ ഒരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയം. ന്യൂസ് 18 തിരുവനന്തപുരം. ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയെ മർദ്ദിക്കുന്നതിന് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഭർത്താവ് സതീഷിനെ എടുക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് വന്നു. അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബം ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുല്യയുടെ പിതാവിൻ്റെ വാക്കുകളിലേക്ക്. ജാമ്യത്തിൽ തുടരുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഈ അന്ന് എന്താണ് സംഭവിച്ചെന്നുള്ളതിന് അവനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. അന്ന് എൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത്, ഇവൻ അന്ന് ക്രൂരമായിട്ട് അവളെ മർദ്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ഞാൻ കേട്ടതാണ്. അതിനുശേഷം എന്താണ് അവൻ കഴുത്ത് മുറുക്കി കൈലി മുറുക്കി കൊന്നതാണോ, ശ്വാസം പിടിച്ച് കൊന്നതാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അത് പോലീസുകാർ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിച്ച് അവനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അത് തെളിയിക്കണം. എന്താണ് നടന്നത്, സത്യം എന്താണെന്നുള്ളത് തെളിയിക്കണം, പുറത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അവൻ കൂസലില്ലാതല്ലേ ഇത് പറയുന്നത്. കുത്തി കൊല്ലുമെന്നും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുമെന്നും അവളെ നിർമ്മാർജ്ജനം ചെയ്യാൻ എനിക്ക് 1 മാസം ശമ്പളം മതിയെന്ന് അവൻ പരസ്യമായിട്ട് ഓപ്പണായിട്ട് പറയുമല്ലോ. അവൻ്റെ ആ ഭാവവും രൂപവും അവൻ്റെ ആക്രമണ സ്വഭാവം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അവനിലെ ക്രിമിനൽ എന്താണെന്ന്. അവൻ്റെ ക്രിമിനൽ എന്താണെന്ന് ആ വിഷ്വൽസ് കാണുന്ന ആർക്കും മനസ്സിലാവുമല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും 24 മണിക്കൂറിനുള്ളിലുള്ള പാടുകളുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിലുള്ള 46 ഇഞ്ചുറീസ് ചേച്ചിയുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ ഇത്രയും ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം എൻ്റെ ചേച്ചി സഹിച്ചിട്ടുണ്ടാവും. ഇത്ര ഉപദ്രവം ഒരു ബോഡിയിൽ ഉണ്ടാവുക എന്നുള്ളത് എന്ന് വെച്ചാൽ തലയിൽ അടിച്ച പാട്, ആ പ്ലേറ്റിൽ അടിച്ച തലയിലെ പാട് വ്യക്തമായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് നമുക്കറിയണം. പുള്ളി പറയുന്നത് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. നാക്കെടുത്ത കള്ളത്തരമാണ് പറയുന്നത്. പിന്നെ എങ്ങനെ, കാരണം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഈ സംഭവം നടന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉച്ചയ്ക്കെങ്ങാണ്ട് പുള്ളി ജോലി സ്ഥലത്തുനിന്ന് ചേച്ചിയെ വിളിച്ചു. അപ്പോൾ വിളിച്ച സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഫ്രണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ആരാടാ വിളിക്കുന്നത് എന്തോ ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞത് കാമുകിയാണ്. അപ്പം പുള്ളി അങ്ങോട്ട് ചോദിച്ചാൽ ഏതാ, എന്തോ മസായ ബിൽഡിങ്ങിലെ പെണ്ണാണോ അതോ ബസ്സിലെ രമ്യയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി കേട്ടു. അപ്പം ഏതൊരു പെണ്ണാലും അത് സഹിക്കത്തില്ലല്ലോ. അപ്പം ചേച്ചി ഫോൺ കട്ട് ചെയ്തു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിനെ ചൊല്ലി ചേച്ചി കാര്യം ചോദിച്ചു. പുള്ളി അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ അതിനെ ചൊല്ലി സംസാരം ഉണ്ടായി. അപ്പം ചേച്ചി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് സംസാരം കൂടിയിട്ട് പ്ലേറ്റ് വാങ്ങിച്ച് തലക്കടിച്ച് 4 പീസായെന്നാണ് പറഞ്ഞത് പ്ലേറ്റ്. ആ സംഭവം നമ്മുടെ അടുത്ത് പറയുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് ഇനി അവിടെ നിൽക്കരുത്. കാരണം അയാൾ വല്ലതും ചെയ്യും. കാരണം എപ്പോഴും ചേച്ചി പറയും, ഉപദ്രവിക്കുമ്പോൾ തലയ്ക്ക്, നാവിൽ, ഇങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത്. അപ്പോഴേ അമ്മ ഇവിടെ ഭയങ്കര നിലവിളിയൊക്കെയാണ്. അമ്മ ഒരു മോളെ കയറി വാ, നീ നിൽക്കരുത് ഇനി എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ്റെയും സഹോദരിയുടെയും വാക്കുകളാണ് കേട്ടത്. ഇയാൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് നിയമ സംവിധാനങ്ങളോട് കുടുംബത്തിൻ്റെ അഭ്യർത്ഥന. ന്യൂസ് 18 കേരളത്തിലെ ഓണാഘോഷം വർണ്ണാഭമായി. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നിറഞ്ഞായിരുന്നു ഓണാഘോഷം. ടീമുകളായി തിരിഞ്ഞ് 5 അത്തപ്പൂക്കളങ്ങൾ ഒരുക്കിയായിരുന്നു തുടക്കം. തുടർന്ന് വടംവലി, ലെമൺ സ്പൂൺ, കസേരകളി, മലയാളി മങ്ക തുടങ്ങി വിവിധ മത്സരങ്ങൾ നടന്നു. ന്യൂസ് 18 ജീവനക്കാർ പങ്കെടുത്ത മത്സരങ്ങൾ വർണ്ണാഭമായി. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. ഇതോടുകൂടി 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.